KPCC ആസ്ഥാനത്ത് ഇന്ന് നടന്ന യോഗം നമുക്കൊന്ന് കാണാം. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ തമ്മിലടിക്കുകയും കുതികാല് വെട്ടുകയും ചെയ്യുന്ന ഇവർ ഇന്ന് എന്ത് ഒത്തൊരുമയോടുകൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കുതികാല് വെട്ടും തമ്മിലടിയും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളവും കേന്ദ്രവും ഭരിക്കേണ്ട ഒരു പാർട്ടിയായി ഇത് മാറിയേനെ. ഇനിയെങ്കിലും അതുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനിയും നമുക്ക് അവരുടെ ഒത്തൊരുമയൊന്ന് കാണാം. യോഗത്തിന് ശേഷം താൽക്കാലിക പ്രസിഡന്റ് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സ്ഥാനാർത്ഥിമാർ അവരുടെ അനുഭവങ്ങൾ യോഗത്തിന് മുമ്പാകെ പങ്കുവയ്ക്കുകയും ചെയ്തു. കേരളത്തിൽ നേരത്തെ മുതലേ ഞങ്ങൾ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ഒന്നുകൂടി അടിവരയിട്ട് പറയാൻ ഉള്ള തീരുമാനമാണ് യോഗത്തിലുണ്ടായ വിലയിരുത്തലിലൂടെ നടന്നിട്ടുള്ളത്. 20 സീറ്റുകളും വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഇതിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് മുതൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ വിലയിരുത്തലിലാണ് ഈ യോഗം എത്തിച്ചേർന്നത്. ഇനിയും മുൻ പ്രതിപക്ഷ നേതാവ് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അടുത്ത് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന വാർത്തയാണിത്. ഇവിടുത്തെ പാവങ്ങൾക്ക് 1600 രൂപ കൊടുക്കാൻ ഗത്യന്തരമില്ലാതെ അലമുറയിട്ട് കരയുന്ന ഈ സർക്കാർ എങ്ങനെയാണ് മന്ത്രിമാർക്കും MLA മാർക്കും 50% ശമ്പളം വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നത്? ഇന്നത്തെ KPCC യോഗത്തിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇവരൊന്ന് ചർച്ച ചെയ്തോ? ചെയ്യത്തില്ല. കാരണം ഇവർക്കും കൂടി പ്രയോജനപ്പെട്ട കാര്യമല്ലയോ ഇത് ആലോചിക്കുന്നത്. അതേസമയം LDF-ലെ മന്ത്രിമാർക്ക് MLA-മാർക്കും മാത്രമാണ് ഇങ്ങനെ വർധനവെന്നെങ്കിൽ ഇവരിന്ന് കേരളം സ്തംഭിപ്പിക്കത്തില്ലായിരുന്നോ? ഇവരാണ് പാവങ്ങൾക്ക് വേണ്ടി അലമുറയിടുന്ന നേതാക്കന്മാർ.